നിതിൻ കണിച്ചേരി, ഇത് സീതാറാം യെച്ചൂരിയുടെ CPM അല്ല, പിണറായിയാണ് എതിർക്കുന്നതെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല, പറയുന്നുണ്ട്. പക്ഷെ പറച്ചിലിൽ വല്ല BJPക്കെതിരെ മാത്രം പറയുമ്പോൾ വല്ലാത്തൊരു മാർദ്ദവത്വമുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇപ്പോൾ മാസപ്പടി വിഷയം, മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം, കേരളത്തിന്റെ സഭയ്ക്കുള്ളിൽ പറഞ്ഞ മാത്യു കുഴൽനാടനോട് പ്രതിപക്ഷ നേതാവിനോട് എത്രത്തോളം ക്ഷുഭിതനായി രോഷത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത് രാജ്യം കേൾക്കെ ഗോട്ടാല ഗോട്ടാല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയോട് എത്രമാത്രം ലഘൂകരിച്ചായിരുന്നു പ്രതികരണം. അറിയാത്തയാളുടെ പിണറായി സർക്കാരിനെ വരിച്ച് താഴെയിടാൻ അമിത്ഷായ്ക്ക് ആ തടി മതിയാകില്ല, അതിൽ വെള്ളം കൂടുതലാണ് എന്നൊക്കെ പറയാൻ അറിയാവുന്ന പിണറായി അത്തരത്തിൽ പ്രതികരണങ്ങൾ ലഘൂകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സംശയം തോന്നില്ലേ നിതിൻ? നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് BJPക്കെതിരായി ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലും BJPക്കെതിരായി ഇത്രയേറെ ശക്തമായി പ്രതിരോധിക്കുകയും BJPക്കെതിരായി ശക്തമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള വേറൊരു നേതാവോ പാർട്ടിയോ കോൺഗ്രസിനില്ല. നമ്മുടെ ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണല്ലോ നമ്മൾ ചർച്ചയിൽ താങ്കൾ തുടങ്ങിയത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ? കേരളത്തിനകത്ത് കോൺഗ്രസിൽ നിന്ന് വലിയ രൂപത്തിൽ BJPയിലേക്ക് നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ നേതാക്കളല്ല പോകുന്നത്. ആന്റണിയുടെ മകനെ പോലെയുള്ള, കരുണാകരൻ്റെ മകളെ പോലെയുള്ള, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ് BJPയിലേക്ക്. കോൺഗ്രസിനെ എങ്ങനെ BJPക്കെതിരായി വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, BJPക്കെതിരായി RSSനെതിരായി വോട്ട് രേഖപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യനും എങ്ങനെ കോൺഗ്രസിനെ BJPക്കെതിരായി വിശ്വസിക്കും? ഇവർ ജയിച്ചു പോയാൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്താണ് ഉറപ്പ്? ഇപ്പം അബിൻ വർക്കിയൊക്കെ ഇവിടെ കോൺഗ്രസിന് വേണ്ടി വല്ലാതെ വാദിക്കുന്നുണ്ട്. എത്ര കാലം അബിനെപ്പോലെയുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്ന് സംശയമുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. ആ ജനം, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന കേരളത്തിലെ ജനം ഇടതുപക്ഷത്തോടൊപ്പം മാത്രമല്ല രാജ്യത്തിനകത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അബിൻ ഏതെങ്കിലും കാലത്ത് BJPയിലേക്ക് പോകുന്ന ഞാൻ കരുതുന്നില്ല കേട്ടോ നിതിൻ, വ്യക്തിപരമായ എൻ്റെ ടേക്ക് അല്ല. വേണ്ട, അല്ല, നല്ലത് BJPയിൽ പോകാതെ കോൺഗ്രസ്സായി നിന്നാൽ നല്ലത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മുഴുവൻ കൂട്ടത്തോടു കൂടി കേരളത്തിൽ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിന് ഭരണമുള്ള ഒരു സംസ്ഥാനമാണല്ലോ ഹിമാചൽ പ്രദേശ്. സർക്കാർ ന്യൂനപക്ഷമായില്ലേ? കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 6 MLA-മാരല്ലേ പണം വാങ്ങി BJPക്ക് വോട്ട് ചെയ്തത്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ രാജ്യസഭയിലേക്ക് തോൽപ്പിച്ചത്. ആ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനം തയ്യാറാവില്ല. BJPക്കെതിരായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് മോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്നും ആഗ്രഹിക്കുമ്പോൾ ആ മതനിരപേക്ഷവാദികളായ ജനങ്ങളുടെ വോട്ട് എങ്ങനെ എങ്കിലും കൈക്കലാക്കാൻ പറ്റുമോ എന്ന ഒരു കപട അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ കോൺഗ്രസ് ഈ വാദങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും പൗരത്വവേദി അടക്കം പറയുമ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോ ഇന്നലെ പ്രതിപക്ഷ നേതാവട്ടെ രമേശ് ചെന്നിത്തലയാവട്ടെ ഒറ്റ കാര്യം, BJPക്കെതിരായിട്ടാണ് രാഹുൽ മത്സരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ല ഈ ഉത്തരേന്ത്യയിൽ അമേഠിയിൽ പോയി മത്സരിക്കുകയല്ലേ ചെയ്യേണ്ടത്? BJPക്കെതിരായിട്ടാണ് രാഹുലിന്റെ യഥാർത്ഥ ഫൈറ്റെങ്കിൽ നിങ്ങൾ അമേഠിയിലല്ലേ മത്സരിക്കേണ്ടത്, വയനാട് വന്നിട്ടല്ലോ മത്സരിക്കേണ്ടത്. ഇപ്പൊ എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-മാരായിട്ടുള്ള ആളുകൾ ഇപ്പോ അവരുടെ ലാവണം വെച്ചു മാറി. വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയില്ലേ? പൊന്നാനിയിലും മലപ്പുറത്തും UDFന്റെ സ്ഥാനാർത്ഥികൾ പരസ്പരം മാറിയില്ലേ? രാഹുൽ ഗാന്ധി പോയി അമേഠിയിൽ മത്സരിക്കട്ടെ. അങ്ങനെയല്ലേ BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ഫൈറ്റിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കേണ്ടത്? അല്ലാതെ കേരളത്തിൽ വന്ന് പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെതിരായി പിന്നെ അബിൻ വർക്കിയൊക്കെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കേസിൽ അങ്ങ് പിണറായി അകത്താക്കി കളയാമെന്നാണ്. അതിനു മാത്രമൊന്നുമുള്ള ആരോഗ്യം ഈ നാട്ടിലെ BJPക്കുമില്ല, കേന്ദ്ര സർക്കാരിനുമില്ല, ഒരു EDക്കുമില്ല. ചെയ്തിട്ടുള്ളവർക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കൂടി പറയുമ്പോൾ അത് രാഷ്ട്രീയം മാത്രമാവുന്നില്ല, അത് വ്യക്തിപരം കൂടിയാവുകയാണ്. ഇപ്പൊ അന്ന് മാത്യു കുഴൽനാടനെതിരെ സഭയിൽ അതിരൂക്ഷമായി ഉന്നയിച്ചില്ലേ മുഖ്യമന്ത്രി മകൾക്കെതിരെ പറയുമ്പോ? അത് രാജ്യം മുഴുവൻ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയാന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടി വലിയ ഗ്രേവായ സിനേറിയോയിൽ രാജ്യം മുഴുവൻ കേൾക്ക പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മകളും അഴിമതിയിൽ സ്കാമിൽ പെട്ടിരിക്കുന്നു, ഗോട്ടാലയിൽ പെട്ടിരിക്കുന്നു പറയുകയാണ്. അതിനോട് എങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം?
ശാന്തമായി സമാധാനം. അതിനുശേഷം മാധ്യമപ്രവർത്തകർ പിന്നെയും ചോദിക്കും, മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ക്ഷുഭിതനാവുന്നുണ്ട്. നിയമസഭയിൽ പറഞ്ഞ നോക്കൂ ഹാഷ്മി, പിണറായി വിജയൻ പറയാനുള്ളതെല്ലാം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, BJPക്കെതിരായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരായി പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും മാസപ്പടിയും ഒക്കെ അബിൻ വർഗീസ് ഇതെല്ലാം കേരളത്തിൽ എത്രയോ കാലമായി നിങ്ങൾ പറഞ്ഞു നടക്കുന്നതാണ്. ജനം മുഖവിലക്കെടുക്കാത്ത, ആളുകൾ അംഗീകരിക്കാത്ത കാര്യമായി അതെല്ലാം പോയി. നിങ്ങൾ ഇനി അത് ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല. ഒറ്റ കാര്യമേ അബിൻ വർഗീയോട് ചോദിക്കാനുള്ളൂ. ED എടുക്കുന്ന കേസുകളെല്ലാം പിണറായി വിജയനെതിരായിട്ട് ED ഇപ്പം അന്വേഷിക്കണമെന്നാണല്ലോ അബിൻ വർഗീയുടെ ആവശ്യം. ED എടുക്കുന്ന കേസ് ന്യായമായ രൂപത്തിലുള്ളതാണ് എന്ന അഭിപ്രായം അബിൻ വർഗീക്കുണ്ടോ? SFIയുടെ അന്വേഷണക്കുറിത്താണല്ലോ പറയുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ED ഇപ്പം കേസെടുത്തിട്ട് ജയിലിലടച്ചിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? നാഷണൽ ഹെറാൾഡ് കേസിൽ നിങ്ങളുടെ നേതാവിനെ ചോദ്യം ചെയ്തില്ലേ? നിങ്ങളുടെ നേതാക്കളെ ചോദ്യം ചെയ്തില്ലേ? എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ രാജ്യത്തിനകത്ത് BJP നാളിതുവരെ കാണാത്തതുപോലെ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാപരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങളെയും രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുമ്പോൾ അബിൻ വർഗീയുടെ ഇരട്ടത്താപ്പെന്താ? കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പെന്താ? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്താൽ, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്താൽ അതിൽ തെളിവില്ല. പിണറായി വിജയനെ തെളിവുണ്ടായിട്ട് നിങ്ങൾ ഏത് തെളിവിനെ കുറിച്ചാണ് പറയുന്നത്? മാത്യു കുഴൽനാടൻ ഇതിനേക്കാൾ നന്നായി സഭയിൽ പറഞ്ഞല്ലോ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊണ്ട് കൊടുത്തോ, ഏത് അന്വേഷണ ഏജൻസിയെയും നിങ്ങൾ സമീപിച്ചോ. തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ BJPക്കെതിരായി നിലനിൽക്കുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടുകൾ കിട്ടാൻ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മതിയാവില്ല എന്ന് അബിൻ വർഗീസ് തിരിച്ചറിയും.